പ്രിയപ്പെട്ട കുട്ടികളെ, സമാന്തര ശ്രേണിയിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? സംഖ്യാശ്രേണികൾ അല്ലേ? എന്തായിരുന്നു സംഖ്യാശ്രേണികളുടെ നിർവചനം? ഓർക്കുന്നുണ്ടോ? അതെ, അങ്ങനെ തന്നെ. എന്താണ്? ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതാൻ പറ്റുന്ന സംഖ്യാകൂട്ടങ്ങളെയാണ് സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത്. A set of numbers written like this as the first, second, third and so on according to a particular rule is called a number sequence. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ശ്രേണികളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒറ്റ സംഖ്യകളുടെ ശ്രേണി. എന്തായിരുന്നു ഒറ്റ സംഖ്യകളുടെ ശ്രേണി? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7. ഇരട്ട സംഖ്യകളുടെ ശ്രേണി എന്തായിരുന്നു? ഇരട്ട സംഖ്യകളുടെ ശ്രേണി സെറ്റ് ഓഫ് ഈവൺ നമ്പേഴ്സ് 2, 4, 6, 8. പൂർണ്ണസംഖ്യ ശ്രേണി എന്താണ്? പൂർണ്ണസംഖ്യ വർഗ ശ്രേണി. എന്താണ് പൂർണ്ണവർഗ സംഖ്യ ശ്രേണി? സീക്വൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. ശ്രേണി 1, 4, 9, 16. ഇന്ന് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് സംഖ്യാശ്രേണികളുടെ ബീജഗണിത രൂപമാണ്. ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സീക്വൻസ്. എന്താണ് ബീജഗണിത രൂപം, ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംഖ്യാശ്രേണികളെ നമുക്ക് പൊതുരൂപത്തിൽ എഴുതാൻ പറ്റും. ആ പൊതുരൂപത്തെയാണ് നമ്മൾ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബീജഗണിത രൂപം എന്നുള്ളത് സംഖ്യാശ്രേണിയുടെ n-ാം പദം കണ്ടെത്തലാണ്. The algebraic expression of a sequence is its nth term. നമുക്കിത് ഒരു ഉദാഹരണത്തിലൂടെ പരിശോധിക്കാം. ഇരട്ട സംഖ്യയുടെ ശ്രേണി നമുക്കറിയാം. ഏതൊക്കെയാണ് അതിലെ പദങ്ങൾ? ഒന്നാമത്തെ പദം 2, രണ്ടാമത്തെ പദം 4, മൂന്നാമത്തെ പദം 6, നാലാമത്തെ പദം 8. ശരി, നമുക്ക് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്തേണ്ടതുണ്ട്. ശരി, ഒന്നാമത്തെ പദം 2 തന്നെ. 2 4 ആവാൻ എത്രയാണ് കൂട്ടിയിട്ടുള്ളത്? ഒരു 2 ആണ് കൂട്ടിയിട്ടുള്ളത് അല്ലെ? 2 അല്ലേ കൂട്ടിയിട്ടുള്ളത്? ഒരു 2, 1 ഗുണിക്കണം 2. ശരി, ഈ ഒന്നാമത്തെ പദത്തിനോട് 6 കിട്ടാൻ എത്ര 2കൾ കൂട്ടിയിട്ടുണ്ട്? 2 കഴിഞ്ഞാൽ 4, 6. 2 2കൾ കൂട്ടിയിട്ടുണ്ട് അല്ലെ? 2 2 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 2. ശരി, നാലാം പദം കിട്ടാൻ എത്ര 2കൾ കൂട്ടണം? 3 2കൾ അല്ലെ? 3 2കൾ എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം 2. ശരി, ഇനി എന്റെ ചോദ്യം നിങ്ങൾ കേൾക്കുക. n-ാം പദം nth ടേം കിട്ടാൻ എത്ര 2കൾ ആഡ് ചെയ്യണം? nth ടേം n-ാം പദം കിട്ടാൻ 2നോട് നോക്കൂ, ഇവിടെ 2-ാം പദം കിട്ടാൻ ഒരു 2 ആണ് ആഡ് ചെയ്തത്. 3-ാം പദം കിട്ടാൻ 2 2കൾ കൂട്ടിയിട്ടുണ്ട്. 4-ാം പദം കിട്ടാൻ 3 2കളാണ് കൂട്ടിയിട്ടുള്ളത്. n-ാം പദം കിട്ടാൻ 2നോട് n-1 2കൾ കൂട്ടേണ്ടതുണ്ട്. 2 കൂട്ടണം n-1 ഗുണിക്കണം 2. 2 ഗുണിക്കണം n 2n. -1 2 കൂടി ഗുണിച്ചാൽ -2. നോക്കൂ, ഇവിടെ പ്ലസ് 2 കൊണ്ട് -2 കൊണ്ട് കൂട്ടിയാൽ 0. ബാക്കി വരുന്നത് 2n 2n. ഇവിടെ ഇരട്ട സംഖ്യാ ശ്രേണിയുടെ n-ാം പദം 2n ആണ്. The algebraic expression of even number sequence is 2n. ഇനി നമുക്ക് മറ്റൊരു ശ്രേണി പരിശോധിക്കാം. 4ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി. എന്താണ് 4ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി? മൾട്ടിപ്പിൾ ഓഫ് 4, സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4. ഫസ്റ്റ് ടേം 4, ഒന്നാം പദം 4, രണ്ടാം പദം സെക്കൻഡ് ടേം 8, മൂന്നാം പദം മൾട്ടിപ്പിൾ ഓഫ് 4 പറഞ്ഞാൽ 12, നാലാം പദം 16. നോക്കൂ, ഒന്നാം പദം രണ്ടാം പദം ആവാൻ എത്രയാണ് കൂട്ടിയിട്ടുള്ളത്? നമുക്ക് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. ഒന്നാമത്തെ പദമായ 4നോട് 8 കിട്ടാൻ എത്രയാണ് കൂട്ടിയിരിക്കുന്നത്?
ഒരു 4 1 ഗുണിക്കണം 4 12 കിട്ടാൻ 4 കൂട്ടണം 2 4കൾ 16 കൂട്ടാൻ ആദ്യത്തെ പദത്തിനോട് 3 4കൾ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാം പദം nth ടേം കിട്ടേണ്ടതുണ്ട്. nth ടേം എന്നാം പദം കിട്ടാൻ 4നോട് n-1 4കൾ കൂട്ടേണ്ടതുണ്ട്. അതായത് 4 കൂട്ടണം 4 × n 4n -4 4ഉം -4ഉം കൂടി കൂട്ടിയാൽ 0, ബാക്കിയുള്ളത് 4n. അതായത് 4ന്റെ ഗുണിതങ്ങളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 4n ആണ്. The nth term of a sequence of multiple of 4 is 4n. നമുക്കിനി തീപ്പട്ടി കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചിത്രം പരിശോധിക്കാം. ഇവിടെ ത്രികോണങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തീപ്പട്ടി കമ്പുകൾ വെച്ചിട്ട് ത്രികോണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ആദ്യത്തെ ചിത്രത്തിൽ ഓരോന്നിലും എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കൂ. ചിത്രങ്ങൾ പരിശോധിച്ചല്ലോ. ഒന്നാമത്തെ ചിത്രത്തിൽ തീപ്പട്ടി കമ്പുകൾ വെച്ച് നമ്മൾ എത്ര ത്രികോണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്? ഒരു ത്രികോണം അല്ലെ? രണ്ടാമത്തേലുള്ള ത്രികോണങ്ങളുടെ എണ്ണം എത്രയാണ്? രണ്ടാമത്തേലുള്ള ത്രികോണങ്ങളുടെ എണ്ണം 2 ത്രികോണമുണ്ട്. മൂന്നാമത്തേൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്ന് നോക്കൂ. 1 2 3 ത്രികോണങ്ങളുണ്ട്. അപ്പോൾ ഇനിയാണ് എന്റെ ചോദ്യം, നാലാമത്തെ ത്രികോണം നിർമ്മിക്കാൻ എത്ര തീപ്പട്ടി കമ്പുകൾ ആവശ്യമായി വരും? അപ്പോൾ ഇവിടെ ഒരു നമ്പർ സീക്വൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ ത്രികോണം നിർമ്മിക്കാൻ എത്ര തീപ്പട്ടി കമ്പുകളാണ് ആവശ്യം? 3 എണ്ണം. രണ്ടാമത്തെ ത്രികോണം നിർമ്മിക്കാൻ 3 എണ്ണം ഇവിടെയുണ്ട്. അതിനോട് 2 എണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 3 + 2. മൂന്നാമത്തെ ചിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ 3 ത്രികോണങ്ങളാണുള്ളത്. ആകെ തീപ്പട്ടി കമ്പുകളുടെ എണ്ണം 3 കൂട്ടണം 2 കൂട്ടണം 2. അപ്പോൾ ഒന്നാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രമാകാൻ എത്ര രണ്ടുകൾ കൂട്ടിയിട്ടുണ്ട്? ഒരു 2. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ എത്ര രണ്ടുകൾ കൂട്ടിയിട്ടുണ്ട്? 2 2. നാലാമത്തെ ത്രികോണം നിർമ്മിക്കാൻ എത്ര കമ്പുകൾ വേണ്ടി വരും? 3 കൂട്ടണം 3 2. ശരിയല്ലേ? 3 കൂട്ടണം 3 2 എന്ന് പറഞ്ഞാൽ 3 കൂട്ടണം 3 2 6. 6 3 9 തീപ്പട്ടി കമ്പുകൾ വേണ്ടി വരും. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 100 ത്രികോണങ്ങൾ നിർമ്മിക്കാൻ എത്ര തീപ്പട്ടി കമ്പുകൾ ആവശ്യമായി വരും? നമുക്ക് പരിശോധിച്ച് നോക്കാം. രണ്ടാമത്തെ ചിത്രം നിർമ്മിക്കാൻ 3നോട് ഒരു 2 കൂട്ടിയിട്ടുണ്ട്. അടുത്ത ചിത്രം കിട്ടാൻ 3നോട് 2 രണ്ടുകൾ കൂട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിന് 3നോട് 2 രണ്ടുകൾ. 100ാമത്തെ ചിത്രം കിട്ടാൻ അല്ലെങ്കിൽ 100 ത്രികോണങ്ങൾ കിട്ടാൻ 3നോട് എത്ര രണ്ടുകൾ ചേർക്കേണ്ടി വരും? 100 രണ്ടാണോ? അല്ലല്ലോ, ഒരു 2 കുറവല്ലേ അല്ലേ? മൂന്നാമത്തെ ചിത്രത്തിൽ 2 രണ്ടുകളേ ഉള്ളൂ. അതായത് 3നോട് നമ്മൾ കൂട്ടേണ്ടത് 99 രണ്ടുകളാണ്. 99 × 2 3 കൂട്ടണം 2 100 ആയിരുന്നെങ്കിൽ 200 ഉണ്ടാവുമായിരുന്നു. 2 99 ആണെങ്കിൽ 198. 3 198 കൂടി കൂട്ടിയാൽ 201. n ത്രികോണങ്ങൾ നിർമ്മിക്കാൻ എത്ര തീപ്പട്ടി കമ്പുകൾ ആവശ്യമായി വരും? n ത്രികോണങ്ങൾ നിർമ്മിക്കാൻ എത്ര മാച്ച് സ്റ്റിക്കുകൾ വേണ്ടി വരും? n ത്രികോണങ്ങൾ നിർമ്മിക്കാൻ ആദ്യത്തേത് 3 n - 1 രണ്ടുകൾ വേണ്ടി വരും. 3 +
2 into n 2n മൈനസ് 1 2 കൂടി ഗുണിച്ചാൽ -2. 2 അവിടെ നിൽക്കട്ടെ. 3ഉം -2 കൂടി കൂട്ടിയാൽ 3ൽ നിന്ന് 2 പോയാൽ 1. 2n + 1 മാച്ച് സ്റ്റിക്കുകൾ ആണ് നമുക്ക് n ത്രികോണങ്ങൾ നിർമ്മിക്കാൻ ആവശ്യം. നമുക്കിനി പാഠപുസ്തകത്തിലെ എക്സസൈസുകളിലേക്ക് പോവാം. ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഓരോന്നിന്റെയും ബീജഗണിത രൂപം എഴുതുക. റൈറ്റ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ഈച്ച് സീക്വൻസ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒറ്റ സംഖ്യകളുടെ ശ്രേണി. എന്താണ് ഒറ്റ സംഖ്യകളുടെ ശ്രേണി? ഇതിലെ പദങ്ങൾ ഏതെല്ലാമാണ് വരിക? 1, തുടർന്ന് വരുന്നത് 3. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. 3 കഴിഞ്ഞാൽ 5, അടുത്തത് 7. ഇവിടെയുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കൂ. നമുക്ക് കാണുന്നത് ആൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപമാണ്, എന്നാം പദമാണ്. ആദ്യത്തെ 1നോട് എത്ര കൂട്ടിയിട്ടുണ്ട്? 1 2 കൂട്ടിയിട്ടുണ്ട്. അടുത്തതിൽ ആദ്യത്തെ 1നോട് 2 2കൾ കൂട്ടിയിട്ടുണ്ട്. അടുത്തത് ആദ്യത്തെ 1നോട് 3 2കൾ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നാം പദം nth ടേം കിട്ടാൻ 3നോട് അല്ലെങ്കിൽ 1നോട് n-1 2കൾ ആണ് കൂട്ടേണ്ടത്. ആദ്യത്തെ 1 ആണ്, തുടർന്ന് n-1 2കൾ കൂട്ടേണ്ടതുണ്ട്. 1 കൂട്ടണം 2n -1 2 കൂടി ഗുണിച്ചാൽ -2. 2n അവിടെ നിൽക്കട്ടെ. 1ൽ നിന്ന് 2 പോയാൽ -1. അതായത് ഒറ്റ സംഖ്യാ ശ്രേണിയുടെ ബീജഗണിത രൂപം 2n-1 ആണ്. ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് 2n-1. ഇനി നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. മൂന്ന് കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് which leaves remainder 1 on dividing by 3. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരണം. ഏതെല്ലാം സംഖ്യകളാണ് ഈ ശ്രേണിയിൽ വരിക? ഒന്നാമത്തെ സംഖ്യ 1 തന്നെയാണ്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരണമെങ്കിൽ അടുത്ത സംഖ്യ 4, അതിനടുത്ത സംഖ്യ 7, അതിനടുത്ത സംഖ്യ 10. ഈ ശ്രേണിയിൽ വരുന്ന മാറ്റം എങ്ങനെയാണ്? ഒന്നാം പദം രണ്ടാം പദം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ആവാൻ എത്രയാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്? ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് 1നോട് 1 3 കൂട്ടിയിട്ടുള്ളത്. അടുത്ത് കൂട്ടിയിട്ടുള്ളത് 1നോട് 4 3 മേൽ 1 3 കൂടി കൂട്ടിയിട്ടുണ്ട്. ആകെ കൂട്ടിയിട്ടുള്ളത് 2 3കൾ. അടുത്തത് കിട്ടാൻ 1നോട് 3 3കൾ കൂട്ടിയിട്ടുണ്ട്. എങ്കിൽ ഈ ശ്രേണിയുടെ എണ്ണാം പദം കിട്ടാൻ 1നോട് എത്ര 3കൾ കൂട്ടേണ്ടതുണ്ട്? n-1 3കൾ കൂട്ടേണ്ടതുണ്ട്. 1 കൂട്ടണം 3n -3. 3n അവിടെ നിൽക്കട്ടെ. 1 -3 പോയാൽ -2. 3n - 2 ആണ് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം. അടുത്ത ചോദ്യം പരിശോധിക്കാം. 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. എൻഡിങ് ഇൻ 1, 1ൽ അവസാനിക്കേണ്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യ 1 തന്നെയായിരിക്കും. അടുത്ത സംഖ്യ 1ൽ അവസാനിക്കേണ്ടതുണ്ട്. അടുത്തത് 11, അടുത്തത് 1ൽ അവസാനിക്കുന്നത് 21, അടുത്തത് 31. ഒന്നാമത്തെ പദം രണ്ടാമത്തെ പദമാകാൻ കൂട്ടിയിട്ടുള്ളത് 1നോട് കൂട്ടിയിട്ടുള്ളത് 10 ആണ്. 10 കൂട്ടിയിട്ടുള്ളത്. അടുത്തത് 1നോട് 20 കൂട്ടിയിട്ടുണ്ട്, 2 10കൾ. അടുത്ത 1നോട് 3 10കൾ. മൂന്നാം പദം കിട്ടാൻ 1നോട് 3 10 കൂട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്നാം പദം nth ടേം ലഭിക്കാൻ 1നോട് n-1 10കൾ കൂട്ടേണ്ടതുണ്ട്. n-1 ഗുണിക്കണം 10. 1 കൂട്ടണം 10n - 10. 10n അവിടെ നിൽക്കട്ടെ. 1ൽ നിന്ന് -10 പോയാൽ
-9 10n-9 ആണ് ഈ ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം പരിശോധിക്കാം. 1-ലോ 6-ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യയുടെ ശ്രേണി. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. ഈ ശ്രേണിയിലെ പദങ്ങൾ ഒന്നാമത്തെ പദം 1, രണ്ടാമത്തെ പദം 1-ൽ അവസാനിക്കാം അല്ലെങ്കിൽ 6-ൽ അവസാനിക്കാം, രണ്ടാമത്തെ പദം 6, മൂന്നാമത്തെ പദം 11, നാലാം പദം 16 അല്ലെ? ശ്രേണിയിലെ രണ്ടാം പദം കിട്ടാൻ ഒന്നാമത്തെ പദത്തിനോട് കൂട്ടിയിട്ടുള്ളത് 1 5 ആണ്. 1 5 6. രണ്ടാം പദം കിട്ടാൻ 2-നോട് അല്ലെങ്കിൽ 1-നോട് 2 അഞ്ചുകൾ കൂട്ടിയിട്ടുണ്ട്. മൂന്നാം പദം കിട്ടാൻ 1-നോട് 3 അഞ്ചുകൾ കൂട്ടിയിട്ടുണ്ട്. എന്നാം പദം കിട്ടാൻ എന്നാം പദം nth ടേം കിട്ടാൻ 1-നോട് n-1 അഞ്ചുകൾ കൂട്ടേണ്ടതുണ്ട്. 1 + n × 5 5n. -1 5 × 5 -5. 5n 1-ൽ നിന്ന് 5 പോയാൽ -4. ഇനി നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ടെക്സ്റ്റ് പുസ്തകത്തിലെ രണ്ടാമത്തെ ചോദ്യം. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടങ്ങുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറംകോണിന്റെ അളവ് എന്നീ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക. For the sequence of regular polygons starting with an equilateral triangle, write the expression for the sequence sum of inner angle, sum of outer angle, measure of an inner angle and measure of an outer angle. ആദ്യമായി നമ്മൾ അകക്കോണുകളുടെ തുക, സം ഓഫ് ഇന്നർ ആംഗിൾ, അകക്കോണുകളുടെ തുക. സം ഓഫ് ഇന്നർ ആംഗിൾസ്. നോക്കൂ, സം ഓഫ് ഇന്നർ ആംഗിൾസ്, അകക്കോണുകളുടെ തുകയുടെ ശ്രേണി നമുക്കറിയാം. ത്രികോണത്തിന്റെ അകക്കോണുകൾ 180. വശങ്ങൾ കൂടുമ്പോൾ ആദ്യം ത്രികോണമാണ്, തുടർന്ന് 4 വശമുള്ള ചതുർഭുജം സമചതുരമാണ്. അങ്ങനെയാണെങ്കിൽ 180 360 180 ഡിഗ്രി വീതമാണ് വർദ്ധിക്കുക. അടുത്തത് 540, തുടർന്ന് 180 കൂട്ടിയാൽ 720. ഏതായാലും നമുക്ക് നോക്കാം. ആദ്യത്തേത് 1 × 180, അടുത്തത് 2 × 180, അടുത്തത് 3 × 180. അങ്ങനെയാണെങ്കിൽ n-ാം പദം xn, ആൾജിബ്രിക് എക്സ്പ്രഷൻ n-ാം പദം xn സമം n × 180, അതായത് 180 n ആയിരിക്കും. The algebraic expression of sum of inner angles is equal to 180 n. രണ്ടാമതായി പറയുന്നത് പുറംകോണുകളുടെ തുകയാണ്. പുറംകോണുകളുടെ തുക. പുറംകോണുകളുടെ തുക നമുക്കറിയാം. സം ഓഫ് ഔട്ടർ ആംഗിൾസ്. പുറംകോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഏതൊരു ബഹുഭുജം എടുത്താലും സം ഓഫ് ഔട്ടർ ആംഗിൾ, പുറംകോണുകളുടെ തുക 360 ആയിരിക്കും. ത്രികോണത്തിന്റെ പുറംകോണുകളുടെ തുക 360 ഡിഗ്രി, സമചതുരത്തിന്റെ പുറംകോണുകളുടെ തുക 360, പഞ്ചഭുജത്തിന്റെ പുറംകോണുകളുടെ തുക 360, ഷഡ്ഭുജത്തിന്റെ പുറംകോണുകളുടെ തുക 360. അതായത് ഏത് ബഹുഭുജം എടുത്താലും പുറംകോണുകളുടെ അളവുകളുടെ തുക 360. xn, n വശങ്ങളുടെ ബഹുഭുജങ്ങളുടെ പുറംകോണുകളുടെ തുകയും 360 ആയിരിക്കും. പുറംകോണുകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസിന്റെ n-ാം പദം nth ടേം ആൾജിബ്രിക് എക്സ്പ്രഷൻ 360 ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. അതിലെ തന്നെ മൂന്നാമത്തെ ചോദ്യം. ഒരു അകക്കോണിന്റെ അളവ്
ഒരു അകക്കോണിന്റെ അളവ്, മെഷർ ഓഫ് വൺ ഇന്നർ ആംഗിൾ. ഇവിടെ ഇന്നർ ആംഗിളിന്റെ ഒരു ഇന്നർ ആംഗിളിന്റെ അളവാണ് ചോദിച്ചത്. ആദ്യത്തേത് 180 ആണ് അകക്കോണുകളുടെ തുക. അകക്കോണുകളുടെ തുകയെ കോണുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് ഒരു കോണിന്റെ അളവ് കിട്ടുക. 180 ബൈ ത്രികോണത്തിൻ്റെത് 3. അടുത്തത് 360 ആണുള്ളത് ബൈ 4. അടുത്തത് 540 ബൈ 5. ഇവിടെ നമുക്ക് അകക്കോണിന്റെ അളവിന്റെ ബീജഗണിത രൂപം നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തിട്ടുണ്ട്. അത് 180n ആണ്. ഇനി നമുക്ക് കിട്ടുന്നത് കോണുകളുടെ എണ്ണമാണ്. കോണുകളുടെ എണ്ണത്തിന്റെ ബീജഗണിത രൂപം 2 + n ആണ്. നോക്കൂ, ത്രികോണം ഒന്നാമത്തേത് 2 1 3 കോണുകൾ, 3 കോണുകൾ ഉണ്ടാകും. അടുത്ത 4 കോണുകൾ കൂട്ടാൻ രണ്ടാമത്തെ രൂപത്തിനോട് 2 കൂട്ടിയാൽ മതി. അതായത് കോണുകളുടെ എണ്ണത്തിന്റെ ബീജഗണിത രൂപം 2n ആണ്. അതായത് ഇപ്പോൾ നമുക്കൊരു കാര്യം കിട്ടി, ഒരു അകക്കോണിന്റെ അളവ്, മെഷർ ഓഫ് ഇന്നർ ആംഗിൾ, ആ സീക്വൻസിന്റെ ബീജഗണിത രൂപം 180n ബൈ 2 + n ആണ്. നമുക്ക് നാലാമത്തെ കണക്കിലേക്ക് പോകാം. ഇതിന്റെ നാലാം ഭാഗം ഒരു പുറംകോണിന്റെ അളവ്. ഒരു പുറംകോണിന്റെ അളവ്, മെഷർ ഓഫ് an outer angle. ഇവിടെ ഈ സീക്വൻസ് വരുന്നത് ആകെ പുറംകോണിന്റെ അളവായ 360 ഡിഗ്രിയെ കോണുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ്. അതായത് ത്രികോണത്തിന്റെ വരിക 360 ബൈ 3. അടുത്ത സമചതുരത്തിന്റെ ഒരു പുറംകോണിന്റെ അളവ് 360 ബൈ 4. സമപഞ്ചഭുജത്തിൻ്റെത് 360 ബൈ 5. അതായത് ഇതിന്റെ ബീജഗണിത രൂപം വരുന്നത് 360 ബൈ കോണുകളുടെ എണ്ണം. കോണുകളുടെ എണ്ണത്തിന്റെ ബീജഗണിത രൂപം നമ്മൾ കഴിഞ്ഞ കണക്കിൽ പഠിച്ചിട്ടുണ്ട്. അത് n+2 ആണ്. അതായത് algebraic expression of measure of an outer angle is 360 by n+2. ഒരു പുറംകോണിന്റെ അളവിന്റെ ബീജഗണിത രൂപം, ആ സീക്വൻസിന്റെ ബീജഗണിത രൂപം 360 ബൈ n+2 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ ചിത്രങ്ങൾ നോക്കൂ. ഒരു സമഭുജ ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യത്തെ ചിത്രം. ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ചിത്രം. The first picture is got by removing the small triangle formed by joining the midpoints of an equilateral triangle. The second picture is got by removing such a middle triangle from each of the red triangle of the first picture. The third picture shows the same thing done in second. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? How many red triangles are in each picture? നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കൂ. ചിത്രത്തിൽ തന്നെ വ്യക്തമാണല്ലോ ഓരോന്നിലും എത്ര ചുവന്ന ട്രയാങ്കിൾ, ചുവന്ന ത്രികോണങ്ങൾ ഉണ്ട്. ചുവന്ന ത്രികോണങ്ങൾ, റെഡ് ട്രയാങ്കിൾസ്. ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര ചുവന്ന ത്രികോണങ്ങളാണുള്ളത്. ആദ്യത്തേതിൽ നോക്കുക 3 ത്രികോണങ്ങൾ അല്ലെ. രണ്ടാമത്തെ ചിത്രം നോക്കൂ, അതിൽ എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? 9 എണ്ണം അല്ലെ. മൂന്നാമത്തെ ചിത്രം നോക്കൂ, എത്ര ത്രികോണങ്ങളുണ്ട്? ചുവന്ന ത്രികോണങ്ങളുണ്ട്. അവിടെ റെഡ് ട്രയാങ്കിൾസ് ആർ ദേർ ഇൻ തേർഡ് പിക്ചർ 27 അല്ലെ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കാം. ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് 1 എന്നെടുത്താൽ ഓരോ ചിത്രത്തിലെയും ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പോൾ എന്താണ് ചോദ്യം? ഓരോ ചിത്രത്തിലെയും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് 1 എന്നെടുത്ത് ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. വലിയ ത്രികോണത്തിന്റെ പരപ്പളവ് 1 ആണല്ലോ. ആകെ എത്ര ത്രികോണങ്ങൾ ഉണ്ട്? ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ട്? ഒന്നാമത്തെ ചിത്രത്തിൽ ഉള്ള ത്രികോണങ്ങളുടെ എണ്ണം 4 ആണല്ലോ. അതിൽ ഒന്നിന്റെ ഏരിയ എടുക്കുമ്പോൾ 1/4 ആണ് ഉണ്ടാവുക. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ആകെ എത്ര ത്രികോണങ്ങൾ ഉണ്ട്? അവിടെ നിങ്ങൾ വലിയ ത്രികോണങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ ത്രികോണങ്ങളായി ഭാഗിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ചെറിയ ത്രികോണങ്ങൾ ആകെയുള്ളത് 16 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഒന്നിന്റെ ഏരിയ 1/16. മൂന്നാമത്തെ ചിത്രം നോക്കൂ. ആകെ എത്ര ത്രികോണങ്ങളുണ്ട്? 64 ത്രികോണങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾ വലിയ ത്രികോണത്തെ ചെറിയ ത്രികോണങ്ങളാക്കി ഭാഗിക്കേണ്ടതുണ്ട്. അങ്ങനെ ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് 64 ത്രികോണങ്ങൾ കാണാം. അങ്ങനെ എടുക്കുമ്പോൾ ഒന്നിന്റെ പരപ്പളവ് ഏരിയ 1/64 1/64. ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ, ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവ്, ത്രികോണത്തിന്റെ പരപ്പളവ്, ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ. ശരി, നമുക്ക് മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരാം. ഓരോ ചിത്രത്തിലെയും മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ ചുവന്ന ത്രികോണങ്ങൾ എത്രയുണ്ട്? മൂന്നെണ്ണമാണല്ലോ ഉള്ളത്, കാണാനുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. ആകെ ഓരോ ചിത്രത്തിൽ ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ്, ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ്, ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ്. ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ 3 ചുവന്ന ത്രികോണങ്ങളാണ് ഉള്ളത്. ആകെ ത്രികോണങ്ങൾ 4 എണ്ണമാണുള്ളത്, 3/4. രണ്ടാമത്തെ ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ ഉള്ളത് ആകെ ത്രികോണങ്ങളുടെ എണ്ണം 16 എണ്ണമാണ്. അതിൽ 9 എണ്ണമാണ് ചുവപ്പുള്ളത്. അതുകൊണ്ട് ഏരിയ 9/16. മൂന്നാമത്തെ ചിത്രം നോക്കൂ. ആകെ ത്രികോണങ്ങൾ 64 ആണ്. ഇതിൽ 27 എണ്ണത്തിനാണ് ചുവപ്പുള്ളത്. ഏരിയ 27/64. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ 3 ശ്രേണികളുടെയും ബീജഗണിത രൂപം എഴുതുക. റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദീസ് സീക്വൻസ്. ഒന്നാമത്തേത് ചുവന്ന ത്രികോണങ്ങളുടെ ശ്രേണി, സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ്. ഇവിടെ ശ്രേണി കൊടുത്തിട്ടുണ്ട് 3, 9, 27. ഇത് 3ന്റെ വർഗങ്ങളാണ്. പവർ ഓഫ് 3 ആണ്. പവർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് 3/2 ആണ്. മൂന്നാമത്തേത് 3/3 ആണ്. nth ടേം എന്നാം പദം 3/n ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം ഈ ശ്രേണിയുടെ 3, 9, 27 എന്ന ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ 3/n ആണ്. രണ്ടാമത്തേത് നോക്കൂ. ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ ശ്രേണിയുടെ ബീജഗണിത രൂപം, സീക്വൻസ് ഓഫ് ഏരിയ ഓഫ് വൺ സ്മോൾ ട്രയാങ്കിൾ. അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഇവിടെ 1/4. 1/4/1. നോക്കൂ, 1/4/1. അടുത്തത് 1/4 സ്ക്വയർ 16 ആണ്. മൂന്നാമത്തെ ചിത്രം 1/64 ആണ്. ഏരിയ 1/4 ക്യൂബ്. 1/4/1, 1/4 സ്ക്വയർ, 1/4 ക്യൂബ്. എന്നാം പദം 1/4/n. ഇവിടെ 1/4, 1/16, 1/64, 1/4, 1/16, 1/64. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം 1/4/n ആണ്. മൂന്നാമത്തെ ഭാഗം നോക്കാം ചോദ്യത്തിന്റെ. ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവിന്റെ ശ്രേണിയുടെ ബീജഗണിത രൂപം, സീക്വൻസ് ഓഫ് ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ്. നോക്കൂ, നമുക്ക് ഇവിടെ ഇതിന്റെ ഏരിയ ഇവിടെ പരിശോധിക്കാം. നമുക്ക് ഏരിയ പരിശോധിക്കുമ്പോൾ ഒന്നാമത്തേത് 3/4, 3/4/1 എന്ന് എഴുതാം. അടുത്തത് 9/16, 3/4 സ്ക്വയർ. അടുത്തത് 3/4 ക്യൂബ്. 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64. അങ്ങനെയാണെങ്കിൽ ഇതിലെ എന്നാം പദം വരുന്നത്, ഈ ശ്രേണിയുടെ എന്നാം പദം 3/4/n. അതായത് 3/4, 9/16, 27/64,
ഈ ശ്രേണിയുടെ n-ാം പദം 3/4n. നമ്മുടെ ക്ലാസിന്റെ 2ാം ഘട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബൈ.